നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. എടവണ്ണയിൽ വീടിന് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പരപ്പനങ്ങാടി സ്വദേശികളടക്കം 3 പേർ പിടിയിൽ. പരപ്പനങ്ങാടി സ്വദേശികളായ വലിയ പറമ്പത്ത് മുഹമ്മദ് ഷഫീഖ്, ചിറമംഗലം സ്വദേശി കല്ലൻ ഫഹദ്, ചെറുപ്ലശ്ശേരി സ്വദേശി മൂലംകുന്നത്ത് അബ്ദുൾ റസാഖ് എന്നിവരാണ് പിടിയിലായത്. മൂവരും എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണ്. കഴിഞ്ഞ മാസം 29-നാണ് കേസിനാസ്പദമായ സംഭവം. എടവണ്ണ ആര്യൻതൊടുകയിൽ ഗൾഫ് വ്യവസായിയുടെ വീടിനാണ് പ്രതികൾ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ചത്. 2 കാറുകൾ കത്തിനശിക്കുകയും വീടിന് കാര്യമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്ത് 40 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ച കേസിൽ 3 പ്രതികളെ കൂടിയാണ് എടവണ്ണ പോലീസും മലപ്പുറം SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇടുക്കി മറയൂർ പോലീസിന്റെ സഹായത്തോടെ മറയൂർ വനമേഖലയിൽ ഒളിസങ്കേതത്തിൽ നിന്നും സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ ഇന്നുകാലത്ത് എടവണ്ണ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ ഒരാളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗൾഫിൽ നിന്നും ഒരാൾ കൊട്ടേഷൻ നൽകിയതെന്നാണ് മുഖ്യപ്രതി ഷഫീഖിന്റെ മൊഴി. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പഴുതടച്ചുള്ള പോലീസിന്റെ അന്വേഷണമാണ് പ്രതികൾ വേഗത്തിൽ പിടിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.